Wake up, just wake up. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നാളെ ആവട്ടെ, കുറച്ച് സമയം കൂടി കഴിയട്ടെ, ഒരു മണിക്കൂർ കൂടി കഴിയട്ടെ, ഒരു 5 മിനിറ്റ് കൂടി കഴിയട്ടെ, എന്നിട്ടാവും എന്റെ പഠനം. നിങ്ങളുടെ പഠനത്തെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മൈൻഡ് അങ്ങനെ തള്ളി ഇങ്ങനെ കൊണ്ടുപോയിരിക്കുക. ഇങ്ങനെയാണ് നിങ്ങൾ ഇനിയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഇതേ രീതിയിൽ നിങ്ങളുടെ പഠനത്തെ ട്രീറ്റ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ. വരാനിരിക്കുന്ന ക്രിസ്മസ് പരീക്ഷ നിങ്ങളുടെ ഏറ്റവും വലിയ ഫെയിൽ നിങ്ങൾ നേടാൻ വേണ്ടി പോയിരിക്കും വരാനിരിക്കുന്ന ക്രിസ്മസ് പരീക്ഷ. കാരണം നമ്മൾ പോലും അറിയാതെ നമ്മുടെ മൈൻഡിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയം കൂടി കഴിയട്ടെ, കുറച്ചും കൂടി കഴിയട്ടെ, അല്ലെങ്കിൽ ഒരു ദിവസം കൂടി കഴിയട്ടെ, ഇനിയും സമയമുണ്ടല്ലോ. ഈ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ വലിയ പരാജയത്തിലേക്ക് കൊണ്ടിരിക്കും. സോ നിങ്ങൾ ജസ്റ്റ് വേക്ക് അപ്പ്. നിങ്ങളൊന്ന് എണീക്ക്. നിങ്ങളൊന്ന് ചുറ്റും നോക്കിയിട്ട് നിങ്ങളുടെ സമയത്തെയും നിങ്ങളുടെ ചുറ്റുപാടിനെയും നിങ്ങൾ അക്കാഡമിക്സിനെയും നിങ്ങൾ സ്വയം വിലയിരുത്തുക. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തിനാ എല്ലാവരും നിങ്ങളോട് പഠിക്കുക എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ കേട്ട് നിങ്ങൾക്ക് തന്നെ ഒരു അരോചകരമായി തോന്നും അല്ലേ? പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ ഭാവിയിൽ ഒന്നും ആവാതെ പോയിട്ട് നിങ്ങളുടെ പാരന്റ്സിനെയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ നിങ്ങളുടെ ടീച്ചേഴ്സിനെയോ ഒന്നും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങളാണ് നിങ്ങളെ തീരുമാനിക്കുന്നത്, നിങ്ങളാണ് നിങ്ങളെ ഉണ്ടാക്കുന്നത്. നിങ്ങൾ നല്ലതായിട്ട് വളരണോ അല്ലെങ്കിൽ മോശമായി വളരണോ എല്ലാം തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അതിൽ ഏറ്റവും പ്രൈം ഫാക്ടർ നിങ്ങളുടെ ഡിസിഷനാണ്, നിങ്ങൾ ചെയ്യുന്ന കാര്യമാണ്, നിങ്ങളൊരു കാര്യത്തെ സ്വീകരിക്കുന്ന മെത്തേഡാണ്. സോ ഇനിയും ഞാൻ ഈ പറഞ്ഞ രീതിയിലാണ് നിങ്ങൾ പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നെങ്കിൽ നിങ്ങൾ തോൽക്കും, പരാജയപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പല മോട്ടിവേഷൻ നിങ്ങളിപ്പോൾ നിരന്തരം പല മോട്ടിവേഷൻസ് വീഡിയോസ് ഇങ്ങനെ കാണുന്നുണ്ടാവും, പലതും കേൾക്കുന്നുണ്ടോ. അവരിങ്ങനെ പറയും ഇത്ര സമയത്ത് ആ രീതിയിൽ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ അങ്ങനെയാവും ഇങ്ങനെയാവും. പക്ഷെ നിങ്ങളിത് കേൾക്കുക എന്നല്ലാതെ അതിന് ജസ്റ്റ് ലൈക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതായത് നിങ്ങളുടെ ബ്രെയിൻ അതിൽ എടുക്കുന്നത് ഒരു മ്യൂസിക് കേൾക്കുന്ന പോലെ, ഒരു പാട്ട് കേൾക്കുന്ന പോലെ. അല്ലാതെ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയൊക്കെ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആ വീഡിയോസ് നിങ്ങൾ കാണുന്നത്, ആ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നത് എന്ന രീതിയിൽ ബ്രെയിൻ എടുത്താൽ മാത്രമേ നിങ്ങളുടെ ലൈഫിലേക്ക് ആ ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. നിരന്തരം കുറെ മോട്ടിവേഷൻ വീഡിയോസ് കണ്ടതുകൊണ്ട് ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു മാറ്റമോ ഒരു കാര്യം ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം, ജസ്റ്റ് വേക്ക് അപ്പ് ആൻഡ് ജസ്റ്റ് നിങ്ങൾ ചുറ്റും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എത്രയോ പുറകില്ല. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഓടി ഏകദേശം അവർ ക്രിസ്മസ് പരീക്ഷയ്ക്ക് എഴുതാൻ തയ്യാറായി എത്തിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ എത്രയോ പുറകിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ആ ദൂരത്തേക്ക് നിങ്ങൾ ഓടാൻ റെഡി ആവണമെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് എണീക്കണം. ചുറ്റുമുള്ള കാര്യത്തെ പറ്റി ഒരു ബോധം നിങ്ങൾക്ക് വേണം. ആ ബോധം ഉണ്ടാക്കിയെടുത്താൽ ഫസ്റ്റ് ഓഫ് ഓൾ യു ക്യാൻ ചേഞ്ച് ഇറ്റ്. നിങ്ങളിപ്പോൾ ചെയ്യുന്ന എല്ലാ രീതിയും നിങ്ങളുടെ മെത്തേഡുകളും മാറ്റിയിട്ട് നല്ലൊരു കംബാക്ക് നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എനിക്കറിയാം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട്, നിങ്ങളുടെ സിലബസ് ഇത്താവശ്യം കുറച്ച് കട്ടി തന്നെയാണ്, കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാണ്ട് അല്ലേ? അതിലൊന്നും എനിക്ക് തർക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും. നിങ്ങൾ ചില ആളുകൾ ടെൻസ്ഡ് ആണ്, ഫ്രസ്ട്രേഷൻ ഉണ്ടായിരിക്കും പല ആളുകൾക്കും. പക്ഷെ ഇതൊക്കെ ആയിട്ട് ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഡേ ബൈ ഡേ കൂടുക എന്നല്ലാതെ നമുക്കൊരു ചേഞ്ച് അവിടെ ഉണ്ടാക്കാൻ സാധിക്കില്ല. മാറ്റം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ സ്വയം തിരിച്ചറിയണം. നമ്മുടെ കപ്പാസിറ്റി എന്താ നമ്മൾ സ്വയം തിരിച്ചറിയണം. അല്ലാതെ നമ്മൾ തുമ്പിയെ കൊണ്ട് കല്ലിടിക്കുക എന്ന് പറഞ്ഞ പോലെ ആ ആള് നമ്മളൊരു പഠനം പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ എന്തെല്ലാമാണ് എനിക്ക് പഠിക്കാൻ കഴിയുക, എനിക്ക് എന്തെല്ലാം അറിയും, എനിക്ക് എന്തെല്ലാം അറിയില്ല, എവിടെയാണ് ഞാൻ കൃത്യമായ രീതിയിൽ പ്ലാനിങ് നടത്തി പഠിക്കേണ്ട പോർഷൻസ് ഏതെല്ലാം, ഇത് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ പ്രോബ്ലംസ് എല്ലാം സൊല്യൂഷൻ കണ്ടെത്തും അല്ലേ? അപ്പൊ ഇതെങ്ങനെയാ? അതാണ് ഞാൻ ഈ വീഡിയോ ശരിക്കും പറയാൻ വേണ്ടി പോകുന്നത്. വെറുതെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ വീഡിയോ എന്ന രീതിയിൽ പറയുന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറയാൻ വേണ്ടി പോകുന്നത്. മുന്നേ ഒക്കെ ഞാൻ പറഞ്ഞൊരു കാര്യം തന്നെയാണ്, കൃത്യമായി നിങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ചെയ്യണം ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, അത് സോഷ്യൽ സയൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കെമിസ്ട്രി ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, അല്ലെങ്കിൽ പൊളിറ്റിക്സ് ആയിക്കോട്ടെ, അക്കൗണ്ടൻസി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായി നിങ്ങൾ പഠിക്കുന്ന ആ ചാപ്റ്റർ പേര് നിങ്ങൾ എഴുതി വെക്കണം. അതുപോലെ ആ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ, ആ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഉണ്ടാവുമല്ലോ, ആ ടോപ്പിക് കറക്റ്റ് നിങ്ങൾ എഴുതി വെക്കണം. എന്നിട്ട് ഇത് എഴുതി വെക്കുമ്പോൾ നിങ്ങൾക്ക്, അതായത് ഇപ്പൊ നമ്മൾ പലപ്പോഴും പ്ലാൻ ചെയ്യാറുണ്ട്, ഞാൻ 9 മണി മുതൽ 10 മണി വരെ ഞാൻ പഠിക്കും, 7 മണി മുതൽ 9 മണി വരെ ഞാൻ പഠിക്കും. പക്ഷെ എന്ത് പഠിക്കും, എങ്ങനെ പഠിക്കും? നിങ്ങളെ ബ്രെയിൻ അത് അറിയില്ല. നിങ്ങൾ കൃത്യമായ ഒരു പേപ്പർ, നിങ്ങളുടെ സ്റ്റഡി നോട്ടിലോ നിങ്ങൾ എഴുതി വെക്കാണോ 9 മണി മുതൽ 9 ഞാൻ മാത്സ് പഠിക്കും, 9:30 മുതൽ 9:30 വരെ 10 o'clock ഞാൻ ഫിസിക്സ് പഠിക്കും, കെമിസ്ട്രി പഠിക്കും, സോഷ്യൽ പഠിക്കും എന്ന് ടൈം ടു ടൈം നിങ്ങൾ എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിൽ അത് അറിയും. അങ്ങനെ എഴുതി വെക്കുന്ന സാധനം എന്താ, ഇന്ന സമയത്ത് മുതൽ ഞാൻ ഈ ടോപ്പിക്ക് പഠിക്കും, ആ ടോപ്പിക്ക് പഠിക്കും നിങ്ങൾ എഴുതി വെക്കുക. പഠിച്ച ശേഷം നിങ്ങൾ യെസ് ഐ കംപ്ലീറ്റഡ്, ഈ ടോപ്പിക് എനിക്ക് മനസ്സിലായിട്ടില്ല, ഇതും എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങളുടെ ബ്രെയിനിനെ അറിയാം ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, നിങ്ങൾക്കത് പഠിക്കാൻ താല്പര്യമുണ്ട്, നിങ്ങളുടെ ബ്രെയിനിനെ അറിയാം. പിറ്റേ ദിവസം നിങ്ങളുടെ സ്കൂളിലോ നിങ്ങൾ ട്യൂഷൻ ക്ലാസ്സിലോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ കാണുമ്പോൾ നിങ്ങൾ കറക്റ്റ് ഈ ഭാഗം ആ ടീച്ചറോട് ചോദിച്ച് നിങ്ങൾ പഠിച്ചിരിക്കും. അത് ചോദിക്കാനുള്ള ത്വര നിങ്ങളുടെ മനസ്സിൽ ഓട്ടോമാറ്റിക് വന്നിരിക്കും. കാരണം ഇത് നിങ്ങളുടെ ബ്രെയിനിനെ അറിയാം, യു ആർ ഡൂയിങ് എ സീരിയസ് തിങ്. നിങ്ങൾ ഈ പഠനത്തെ വളരെ സീരിയസ് ആയി നിങ്ങൾ കാണുക. അല്ലാതെ ബ്രെയിനിന് അറിയാം ഒരു 9 to 10 നിങ്ങൾ പഠിക്കുക, എങ്ങനെയൊന്നും ബ്രെയിൻ അറിയില്ല. പക്ഷെ ഇത് ബ്രെയിൻ നിങ്ങൾ കൊടുക്കേണ്ടത്, ഞാൻ ഇതാ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇതെനിക്ക് പഠിക്കണം. ആ ചേഞ്ച് മനസ്സിലാവും. മാത്സ് ആണെങ്കിലോ, മാത്സ് നമുക്ക് ഓരോ ചാപ്റ്ററിൽ ഇക്വേഷൻസാ. ഈ ഇക്വേഷൻ എന്തിന്, എങ്ങനെ ചെയ്യണം, ഇതെനിക്കറിയാം. ആ രീതിയിൽ ഇക്വേഷൻസും അറിഞ്ഞില്ലെങ്കിൽ മാത്സ് ചുമ്മാ ഇക്വേഷൻസ് കാണാതെ പഠിച്ചു പോയിട്ട് കാര്യമില്ല. അത് എങ്ങനെ അപ്ലൈ ചെയ്യണം, ഏത് രീതിയിൽ അപ്ലൈ ചെയ്യണം എന്ന രീതിയിൽ നിങ്ങൾ പഠിക്കാൻ നിങ്ങൾ തയ്യാറാവണം. ഈ രീതിയിൽ പഠിക്കുമ്പോഴേ പഠിച്ച കാര്യത്തെ എഫക്റ്റീവായിട്ട് ചുമ്മാ 1-2 മണിക്കൂർ ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ നോ യൂസ്. ഈ രീതിയിൽ നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ ഒരു സംശയം വേണ്ട, നിങ്ങൾക്ക് നല്ല മാർക്ക് ഈ വരുന്ന ക്രിസ്മസ് എക്സാമിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. അത് ഉറപ്പാണ്.
ആണ്. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാം, നിങ്ങൾ വെയിക്കപ്പ് ചെയ്യാതെ, നിങ്ങൾ എണീക്കാതെ, നിങ്ങളെ ചുറ്റുപാടിനെ പറ്റി അറിയാതെ, നിങ്ങളെ കാപ്പബിലിറ്റിയെ പറ്റി അറിയാതെ, നിങ്ങളുടെ കപ്പാസിറ്റിയെ പറ്റി അറിയാതെ, നിങ്ങൾ ആരെയെന്ന് അറിയാതെ, എവിടുന്ന് തുടങ്ങണമെന്ന് അറിയാതെ നിങ്ങൾ ചുമ്മാ ഞാൻ പഠിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും ഒരു യൂസ് ഇല്ല. യു ആർ ജസ്റ്റ് വേസ്റ്റിംഗ് യുവർ ടൈം. നിങ്ങളുടെ സമയം നിങ്ങൾ വെറുതെ വേസ്റ്റ് ആക്കി കളയാണ്. സോ നിങ്ങൾ റെഡി ആണെങ്കിൽ, ഉണരാൻ റെഡി ആണെങ്കിൽ, വേക്കപ്പ് ചെയ്യാൻ റെഡി ആണെങ്കിൽ, ചുറ്റുപാടിനെ പറ്റി മനസ്സിലാക്കി പഠിച്ച ഒരു ചേഞ്ച് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. അതായത് നിങ്ങളുടെ ക്ലാസ്സിൽ ഒരുപാട് ടോപ്പേഴ്സ് ഉണ്ടായിരിക്കും, നല്ല മാർക്ക് വാങ്ങിയ ടോപ്പേഴ്സ് ഉണ്ടായിരിക്കും. അവർക്കും ഇതേപോലെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിരിക്കും. പഠിക്കുന്ന സമയത്ത് പല ചിന്തകളും അവർ വരും. അവരതൊക്കെ ഒഴിവാക്കി ആ സ്ട്രഗിളിനൊക്കെ അവർ നേരിട്ടിട്ടാണ് അവർ ആ മാർക്കിലേക്ക് എത്തിയത്. അല്ലാതെ ഇറ്റ് ഇസ് നോട്ട് ആൻ ഈസി ടാസ്ക്. ഒരു നല്ലൊരു അച്ചീവ്മെന്റ് നേടുക എന്നുള്ളത്, അത് സ്കൂളിലായിക്കോട്ടെ, കോളേജിലായിക്കോട്ടെ, എവിടെയായിക്കോട്ടെ, നല്ല മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളത് അതൊരു ചെറിയ കാര്യമൊന്നുമല്ല. ഒരുപാട് എഫേർട്ട് ആ വിദ്യാർത്ഥി അതിന് പുറകിൽ എടുത്തിട്ടുണ്ട്. ആ ഒരു കഥ വിദ്യാർത്ഥിക്ക് എപ്പോഴും പറയാനുണ്ടായിരിക്കും. അപ്പോ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് നിങ്ങൾക്ക് മാത്രമല്ല ചുറ്റുമുള്ള എല്ലാവർക്കും ഉണ്ടാവുന്ന ഡിസ്ട്രാക്ഷൻ. അതിനൊക്കെ മറികടന്ന് മുന്നോട്ട് പോകുന്നവരാണ് എന്ത് ചെയ്യുന്നത്, വിജയിക്കുന്നത്. അങ്ങനെ വിജയിക്കാൻ നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ നിങ്ങൾ ആദ്യം കമന്റ് ചെയ്യുക, ഐ എം വേക്കപ്പ്. നിങ്ങൾ എല്ലാവരും താഴെ കമന്റ് ചെയ്യുക. ഇതൊരു പുതിയ ചേഞ്ച് ആക്കി എടുക്കുക. നിങ്ങൾ മാറാൻ റെഡി ആവുക. നിങ്ങൾ മാറാൻ റെഡി ആണെങ്കിൽ ഈ ഭൂമിയുടെ എല്ലാ സംവിധാനങ്ങളും നിങ്ങളെ കൂടെ നിൽക്കും. ആ നല്ല മാറ്റത്തിന്റെ കൂടെ ആസ് എ ഒരു ടീച്ചർ എന്ന രീതിയിൽ എനിക്കും എന്തൊക്കെ നിങ്ങളെ സഹായിക്കാൻ സാധിക്കും അതിലും ഞാൻ റെഡിയാണ്, നമ്മുടെ ടീമും റെഡിയാണ്. സോ ജസ്റ്റ് വേക്കപ്പ്. ഒരു പുതിയ റീസ്റ്റാർട്ടിന്, ഒരു പുതിയ തുടക്കത്തിന് നമുക്ക് റെഡിയാവും. സോ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് and thank you so much.